എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ സ്നേഹിക്കുമ്പോൾ മാത്രം പറയുന്ന 10 വാക്കുകൾ അല്ലെങ്കിൽ 10 വാചകങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമത്തെ വേർഡ്സ് ഓഫ് പൊസസീവ്നെസ് ആണ്. നിങ്ങൾ എൻ്റേത് മാത്രമാണ്, നിങ്ങളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, നിങ്ങൾ എന്നെ വിട്ട് എങ്ങും പോകരുത്, നിങ്ങൾ മറ്റ് സ്ത്രീകളെ ഒന്നും സ്നേഹിച്ചേക്കരുത്, എന്നെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ, നിങ്ങൾ എൻ്റേതാണ്. ഈ രീതിയിൽ വളരെ പൊസസീവ്നെസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ഒരു സ്ത്രീ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൾക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ളതാണ്. കാരണം യഥാർത്ഥ സ്നേഹത്തിൽ ചെറിയ രീതിയിൽ ഒരു പൊസസീവ്നെസ് ഒക്കെ ഉണ്ട്, വളരെ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ഒരു പൊസസീവ്നെസ് ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ വാലിഡേഷൻ സീക്കിംഗ് വേർഡ്സ് ആണ്. എന്നിലെ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്നിലെ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്, അല്ലെ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്, അതും അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളാവോ, ഞാൻ സുന്ദരിയാണോ, അല്ലെങ്കിൽ ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, അതായത് താൻ സ്നേഹിക്കുന്ന പങ്കാളിയിൽ നിന്നും അവർ ഒരു അപ്രൂവൽ തേടുകയാണ്, അല്ലെ അയാളുടെ വായിൽ നിന്ന് തന്നെ അവളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ അവൾ അതിയായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരിക്കും താൻ സ്നേഹിക്കുന്ന ഒരു പുരുഷനോട് മാത്രമേ ഈ രീതിയിലുള്ള വാലിഡേഷൻ സീക്കിംഗ് വേർഡ്സ് ഒക്കെ അവർ ചോദിക്കത്തുള്ളൂ. അല്ലാതെ കണ്ട വഴിയെ പോകുന്ന ആണുങ്ങളോടൊന്നും അവർ ഇങ്ങനെ ചോദിക്കാൻ ഒട്ടും താല്പര്യപ്പെടത്തില്ല. അല്ലെ അവരെ ഇങ്ങോട്ട് വന്ന് അങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ അവർക്കത് കേൾക്കണ ഇഷ്ടമില്ല. താൻ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴാണ്, തനിക്ക് ആവശ്യമായിട്ടുള്ള വാലിഡേഷൻ തരുമ്പോഴാണ് സ്ത്രീകൾ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. ഇനി മൂന്നാമതായിട്ട് കമാൻഡിങ് വേർഡ്സ് ആണ്. ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫ്രീ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ അവൾക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് കംഫർട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് അവൾ നിങ്ങളോട് ഇങ്ങനെ കുറച്ച് അധികാരമൊക്കെ എടുത്ത്, അല്ലെങ്കിൽ കുറച്ച് അധികാര സ്വരത്തിലൊക്കെ നിങ്ങളോട് പല കാര്യങ്ങളും പറയുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന സ്ഥലത്ത് വരും, അപ്പോൾ നീ എന്നെ അവിടെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകണം, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഇന്ന സ്ഥലത്ത് ഷോപ്പിങ്ങിന് വരണം, അതും അല്ലെങ്കിൽ നീ എനിക്ക് ഇന്ന സാധനങ്ങൾ മേടിച്ച് തരണം, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നീ എനിക്ക് മേടിച്ച് തരണം, അതും അല്ലെങ്കിൽ എനിക്ക് നീ നല്ല ട്രീറ്റ് തരണം, ഫുഡ് വാങ്ങിച്ചു തരണം. ഇനി ഈ പുരുഷൻ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ പോയി വരുമ്പോൾ നീ എന്താണ് എനിക്ക് മേടിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ സ്ത്രീകൾ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഒരു അധികാരം കലർന്ന സ്വരത്തിലായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ സ്നേഹം തോന്നാത്ത ഒരു വ്യക്തിയോട് അത്ര ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഇനി നാലാമത്തെ ട്രസ്റ്റിംഗ് വേർഡ്സ് ആണ്. നീ എപ്പോൾ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരാം, അല്ലെങ്കിൽ നീ എവിടെ വിളിച്ചാലും ഞാൻ അവിടെ വരാം, നീ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഞാൻ വരാം എന്നുള്ള രീതിയിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അവൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. കാരണം താൻ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ മാത്രമേ അവൾക്ക് അങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ ഇന്ന് കണ്ട ആൾക്കാരൊന്നും അല്ലെങ്കിൽ വഴിയെ പോകുന്ന ആണുങ്ങളൊന്നും വെറുതെ അവൾ അങ്ങനെ വിശ്വസിക്കത്തില്ല. അവൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ, അത്രയ്ക്ക് അവർ മനസ്സ് കൊടുത്ത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ആ രീതിയിൽ വിശ്വസിക്കത്തുള്ളൂ. ഇനി അഞ്ചാമത്തെ റൊമാൻറ്റിക് വേർഡ്സ് ആണ്. ഉദാഹരണത്തിന്, ഐ മിസ് യു. സ്ത്രീകൾ അങ്ങനെ എളുപ്പത്തിലൊന്നും ഇങ്ങനെ ഐ മിസ് യു എന്ന് ആരോടും പറയത്തില്ല. അപ്പോൾ അവർക്ക് അത്രയ്ക്ക് ആ ഒരു പുരുഷൻ അവരിൽ അത്രയ്ക്കൊരു മിസ്സിങ് ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരങ്ങനെ ഐ മിസ് യു എന്ന് പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടാക്കാൻ അവർ ശരിക്കും മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന, അവർ മനസ്സ് കൊടുത്തിട്ടുള്ള ആ ഒരു പുരുഷന് മാത്രമേ ആ ഒരു മിസ്സിങ് ഫീൽ അവരിൽ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഐ ലവ് യു. അപ്പോൾ ശരിക്കും താൻ സ്നേഹിക്കുന്ന ആ പുരുഷനോട് മാത്രമേ ഈ പറഞ്ഞ പോലെ ഐ ലവ് യു എന്ന് അവർ പറയത്തുള്ളൂ. അല്ലാതെ തമാശയ്ക്ക് പോലും അവർക്ക് ഇങ്ങനെ ഐ ലവ് യു എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ റൊമാൻറ്റിക് കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ അതിലെ ഏതാനും 1-2 വാക്കുകൾ മാത്രമാണ് ഞാനിവിടെ ഉദാഹരണത്തിന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ വിഭാഗത്തിലും ഓരോ കാറ്റഗറിയിലും ഒരുപാട് വാക്കുകളുണ്ട്. അത് ഒക്കെ നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാനായിട്ട് മറക്കരുത്. അത് ഇനി ആറാമായിട്ട് സ്വീറ്റ് മെൽറ്റിംഗ് വേർഡ്സ്. ഒരു ഉദാഹരണത്തിന്, ഓമനപ്പേര് വിളിക്കുന്നതൊക്കെ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ പൊന്നെ, മുത്തെ, ചക്കരെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളും ഇങ്ങനെ താൻ സ്നേഹിക്കുന്ന പുരുഷനെ വിളിക്കാറുണ്ട്. അത് അവർ ശരിക്കും മനസ്സ് കൊടുത്തിട്ടുള്ള ആ പുരുഷനെ മാത്രമേ അങ്ങനെ വിളിക്കത്തുള്ളൂ. അല്ലാതെ കണ്ട വഴിയെ പോകുന്നവരെ, ആണുങ്ങളെ അല്ലെങ്കിൽ പരിചയപ്പെടുന്നവരെ എല്ലാം അവരങ്ങനെ വിളിക്കത്തില്ല. ഫ്രണ്ട്സിനെ പോലും അവരങ്ങനെ വിളിക്കത്തൊന്നുമില്ല. ശരിക്കും താൻ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ മാത്രമേ അവർക്ക് ഇങ്ങനെ ഓമനപ്പേരിട്ട് വിളിക്കാൻ പോലും പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വളരെ സ്വീറ്റായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അതും അല്ലെങ്കിൽ ഫ്ലിർട്ടിങ്ങിൻ്റെ കാര്യം എടുത്താൽ പോലും ഫ്രണ്ട്സിനോട് പോലും അവരങ്ങനെ ഫ്ലിർട്ട് ചെയ്യത്തൊന്നുമില്ല. ശരിക്കും അവരെ സ്നേഹിക്കുന്ന പുരുഷനോട് മാത്രമേ അവർ ഫ്ലിർട്ട് ചെയ്യാൻ പോലും താല്പര്യപ്പെടുത്തുള്ളൂ. അല്ലാതെ വെറുതെ നേരം പോക്കിന് പോലും ആ രീതി ഫ്ലിർട്ട് ചെയ്യാൻ സ്ത്രീകൾക്ക് പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. ഇനി ആ രീതിയിൽ നേരം പോക്കിന് ഫ്ലിർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അതൊരു പക്ഷേ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാഷ് പ്രതിഫലമായിട്ട് വാങ്ങിച്ചിട്ടൊക്കെ ആ രീതിയിൽ പലരും പറയുന്നുണ്ടായിരിക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ ഡേറ്റിംഗ് ആപ്പൊക്കെ, അതുപോലെ അതൊക്കെ ചെറിയ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. ഞാനിതിപ്പോൾ നോർമലായിട്ടുള്ള സാധാരണ രീതിയിലുള്ള സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ, നല്ല ആഠിത്യമുള്ള സ്ത്രീകൾ, നല്ല ക്വാളിറ്റിയുള്ള സ്ത്രീകൾ ഒന്നും ഒരിക്കലും വെറുതെ കാണുന്ന പുരുഷന്മാരോട് ഒന്നും ഈ പറഞ്ഞ പോലെ ഫ്ലിർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല. അവർ താൻ സ്നേഹിക്കുന്ന ആ പുരുഷനോട് മാത്രമേ ഫ്ലിർട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി ഏഴാമായിട്ട് ഇൻറ്റിമേറ്റ് കോംപ്ലിമെൻറ്റ്സ് ആണ്. ഇത് സാധാരണ കോംപ്ലിമെൻറ്റ്സ് അല്ല. സാധാരണ കോംപ്ലിമെൻറ്റ്സ് ആർക്കും ആരോടും പറയാം. എന്നാൽ ഇത് കുറേ കൂടെ ഡീപ്പ്
ഡീപ്പർ ലെവലിലുള്ള അല്ലെങ്കിൽ കുറേ കൂടെ പേഴ്സണലായിട്ട് വരുന്ന കോംപ്ലിമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ത്രീ പറയുകയാണ്, നിങ്ങളുടെ സ്മെല്ല് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള കോംപ്ലിമെൻറ്റ്സ് ആണ് ഈ ഒരു കാറ്റഗറി വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളോട് പറയുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നിങ്ങളെ ശരിക്കും ഇഷ്ടമാണെന്നുള്ളത് തന്നെയാണ്. ഇനി എട്ടാമത്തെ ഫാൻറ്റസി വേർഡ്സ് ആണ്. ഒരു സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ സങ്കല്പങ്ങളിൽ മുഴുവനും നിങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവളുടെ ഫ്യൂച്ചർ ലൈഫിനെ പറ്റിയുള്ള സ്വപ്നങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അവൾ നിങ്ങളോട് പങ്കുവെക്കും. അപ്പം അങ്ങനെ പങ്കുവെക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇനി അതും അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ പറയും, എൻ്റെ വീട്ടുകാർ എന്നെക്കുറിച്ച് പറയാറുണ്ട്, നീ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നീ ഏതോ സ്വപ്ന ലോകത്തിലാണല്ലോ, ഇവിടെ എങ്ങും നിൻ്റെ മനസ്സില്ലല്ലോ, നീ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള രീതിയിലൊക്കെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ അവൾ ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞേക്കാം. അപ്പോൾ അതിലൂടെ അവൾ പറയുന്നത്, എൻ്റെ മനസ്സിൽ മുഴുവൻ നീയാണ്, നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്വപ്നലോകത്തിലെ പോലെ വീട്ടിൽ കൂടെ നടക്കുന്നത് എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ നിങ്ങളെ എങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ആരെങ്കിലുമൊക്കെ സ്വയം മറന്നുപോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തി അത്രയ്ക്കധികം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ഒമ്പതാമായിട്ട് ഇൻഡയറക്റ്റ് എക്സ്പ്രഷൻസ് ആണ്. അതായത് വളഞ്ഞു മൂക്കെ പിടിക്കുന്ന പരിപാടി, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു രീതി. അത്തരം വാക്കുകളും വാചകങ്ങളും ഒക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു പെൺകുട്ടി അരമണിക്കൂറായിട്ട് നിങ്ങളുടെ കൂട്ടത്തിലിരുന്ന് സംസാരിക്കുകയാണ്, വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ പറയുകയാണ്, ഞാനങ്ങനെ സാധാരണ ഒരു പുരുഷന്മാരോടും മിണ്ടാറില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കംഫർട്ടബിളായിട്ട് തോന്നുന്ന എൻ്റെ അതേ വൈബിൽ തോന്നുന്നവരോട് മാത്രമേ ഞാൻ മിണ്ടാറുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സ്പെഷ്യലായിട്ട് തോന്നുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടവരോട് മാത്രമേ ഞാനിങ്ങനെ സംസാരിക്കാറുള്ളൂ, അല്ലാത്തവരോടൊന്നും ഞാൻ സംസാരിക്കാറില്ല, ഞാൻ ആ കാര്യത്തിലൊക്കെ വളരെ സെലക്റ്റീവാണ്, വളരെ ചൂസിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അരമണിക്കൂറായിട്ട് അവൾ നിങ്ങളോട് വളരെ സുഖമായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണം വേറെ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളോട് അവൾ സംസാരിക്കത്തില്ലായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി പത്താമായിട്ട് ജലസ് വേർഡ്സ് ആണ്. നിങ്ങളെ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ അസൂയുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് അസൂയപ്പെടേണ്ട ഒരു കാര്യമേ ഇല്ല. അപ്പോൾ അങ്ങനെ അസൂയപ്പെടുമ്പോഴാണ്, ഇപ്പോൾ ഒരു പെൺകുട്ടി നിങ്ങളെ നോക്കിയെങ്കിൽ ഉടനെ അവൾ ചോദിക്കും, ഏത് പെൺകുട്ടിയാണ് അവൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൾ നിങ്ങളെ നോക്കി ചിരിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അവളോട് സംസാരിച്ചത്, നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള രീതിയിലൊക്കെ അവൾ നിങ്ങളെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ കുറച്ച് അസൂയ കലർന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കറിയാം, അസൂയൊക്കെ ചെറിയൊരളവിൽ വളരെ ഹെൽത്തിയാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മുടെ മേലെ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ അസൂയ കാണിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യമേ പറഞ്ഞ പൊസസീവ്നെസ് പോലെ തന്നെ ഈ ഒരു അസൂയം ചെറിയൊരളവിൽ ആരോഗ്യകരമായിട്ടൊരു ഉള്ളപ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് നമ്മളോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 10 കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് അവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ട്, മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടെന്നുള്ളത് ആണ് എന്ന് പറഞ്ഞ് ഇതൊരു റിലേഷൻഷിപ്പിലോട്ട് പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം നമുക്കറിയാം, ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പിലോട്ടൊക്കെ വളരത്തുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ചിലപ്പോൾ ആ ഒരു സ്നേഹബന്ധമൊക്കെ ഇല്ലാതെയായി തീരും, അല്ലെങ്കിൽ അത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.